നമസ്കാരം. ഇവിടെ ഈ പരിപാടി നടക്കത്തില്ല. നിങ്ങൾ പ്രായമായതിന്റെ പേരിൽ മാത്രം നമ്മൾ സൗമ്യമായ രീതിയിൽ സംസാരിക്കും. അല്ലാതെ നിങ്ങൾ ഈ പരിപാടിയോട് നടന്നരുത്. ശരിയായ നടപടിയല്ല. ഞങ്ങളൊക്കെ വെറും മറ്റവരാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് ശരിയല്ല. മാന്യമായ രീതിയിൽ ഇത്രയും പ്രായമുള്ളതിന്റെ പേരിൽ നമ്മൾ സംസാരിക്കും. ഏതെങ്കിലും ഹിന്ദുക്കളെ ഈ നിർദ്ധരായിട്ടുള്ള ഹിന്ദുക്കളുടെ വീട്ടിൽ വന്നിട്ട് കാര്യമില്ല. നല്ലതായിട്ട് ഇപ്പൊ കേരളത്തിൽ ഇപ്പോഴത്തെ ഇന്നലെ മിനിയാന്തെ ഛത്തീസ്ഗഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ല ഒരു വിഷയമായിട്ട് വന്ന് നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരില്ല. ഇതിനു മുമ്പൊക്കെ ശക്തമായ രീതിയിൽ ഇവിടെ നല്ല വീക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നല്ല അടി കൊടുത്തിട്ട്. കച്ചടി പ്രവാഹന്റെ പെണ്ണുപിള്ളയുടെ കച്ചടി പ്രവാഹൻ മന്ത്രിയുടെ അവരുടെ വീട്ടിൽ വന്നിട്ട് അവരുടെ പെണ്ണുപിള്ളെ മതപരിവർത്തനം നടത്താൻ വേണ്ടി നോക്കിയ ടീമുകളുണ്ട്. നമ്മൾ രണ്ടര കിലോ കൈകാര്യം ചെയ്തു. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇവിടെ ഹിന്ദു വീടുകളെ ഉള്ളൂ നിങ്ങൾക്ക് മതപരിവർത്തനം നടത്താൻ. നിങ്ങളുടെ ക്രിസ്ത്യൻ വീടുകളിൽ പോയിട്ട് നിങ്ങൾ അവർക്ക് സുഖമില്ലാത്ത ആൾക്കാരുണ്ട്, കല്യാണം കഴിക്കാൻ ഒരുപാട് പ്രാരാബ്ദമുള്ള വീടുകളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ സഹായിക്കും. അവർക്കൊക്കെ പൈസ കൊടുത്ത് നിങ്ങൾ സഹായിക്കും. അവരെയൊക്കെ നിങ്ങൾ സഹായിക്കും. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങളുടെ വീടുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വരുന്ന ശരിയായ നടപടിയല്ല. അത് ഇനിയും പറയരുത്. ഈ പ്രായമുള്ളതിന്റെ പേരിലാണ് നമ്മൾ ഒരു സംഭവം നടന്നത് അങ്ങ് ഛത്തീസ്ഗഡിലാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വിവാദമായതും ഇങ്ങ് കേരളത്തിലാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേരളത്തിലും ചില ആളുകൾ ഇത്തരം ചില സംഗതികൾക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. മുൻപൊക്കെ നമുക്കറിയാം, ഒരു മലയാളിയാണോ ഒരിക്കലെങ്കിലും ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. താല്പര്യമില്ലെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും. അപ്പോൾ വലിയ രീതിയിൽ അവർ നമ്മളെ പ്രലോഭിപ്പിക്കാനും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കും. പൊതുവെ ഒച്ചയ്ക്ക് ബഹളത്തിനൊന്നും പോകാത്തൊരു എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. ചിലരൊക്കെ തട്ടിക്കയറുകയും ചിലപ്പം തിരിച്ച് ചോദ്യം ചോദിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഈ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന പോലുള്ള താടിക്കെട്ട് തട്ടോ ക്രിക്കറ്റ് കുത്തോ ഒന്നും ഇവിടെ വളരെ അങ്ങനെ നമുക്ക് കേൾക്കാനില്ല. അത് പൊതുവെ ഇത്തരക്കാരെ അങ്ങ് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആളുകൾ സ്വരം കടുപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനിയത്തെ കാലത്ത് ഇത്തരം പരിപാടിയൊക്കെ ആയിട്ട് നടന്ന് മതം മാറ്റുന്ന ആ സംഗതിയൊന്നും അത്ര എളുപ്പമാവും എന്ന് തോന്നുന്നില്ല. മാത്രമല്ല ആളുകൾ കുറച്ച് രൂക്ഷമായിട്ട് പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെയൊക്കെ ആളുകൾ പോലും ഇങ്ങനെ പ്രതികരിക്കുന്നു എങ്കിൽ വടക്കേ ഇന്ത്യയിലേക്ക് ആളുകൾ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിനാൽ തീർച്ചയായിട്ടും ഒരാളെ നമ്മൾ സഹായിക്കുമ്പോൾ ആ സഹായത്തിൻ്റെ മറവിൽ അയാളെ മതം മാറ്റാൻ വേണ്ടിയിട്ട് കൂടിയാണ് സഹായിക്കുന്നതെങ്കിൽ ആ സഹായം കൊണ്ട് പിന്നെ ഒരു അർത്ഥവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ സ്നേഹിക്കാൻ മതം ഒരു കാരണമാകുന്നു എങ്കിൽ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് എത്ര മനുഷ്യത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ ചാരിറ്റിയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രതിഫലമായിട്ട് നിങ്ങൾ മതം മാറ്റുകയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ആ ചെയ്യുന്ന നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് പുണ്യം കിട്ടുകയോ അല്ലെങ്കിൽ സ്വർഗ്ഗം കിട്ടുകയൊക്കെ ചെയ്തേക്കാം. പക്ഷേ അതിലൊട്ടും മാനവികതയില്ല, മനുഷ്യത്വമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരാളെ ആ മതത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ആ ആളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളൂ എങ്കിൽ അതിന് കഷ്ടമെന്ന് മാത്രമേ ഒറ്റ വാക്കിൽ പറയാനുള്ളൂ. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക, ഏത് മതസ്ഥനാണെങ്കിലും. അല്ലാതെ അവൻ്റെ ബലഹീനതയിൽ, അവൻ്റെ ദൗർബല്യത്തിൽ, അവൻ്റെ ഇല്ലായ്മയിൽ അവനെ സഹായഹസ്തം നീട്ടുകയും അതുവഴി അവനെ പ്രലോഭിപ്പിച്ച് മതം മാറ്റിയെടുക്കുന്ന പരിപാടി, ആ സംഗതി അടക്കം ഇവിടെ നിരോധിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അതിനകത്തൊരു സംശയവുമില്ല.